ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ വിവരാവകാശ നിയമത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ഇന്നലെ അപ്ലോഡ് ചെയ്തായിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 12 അടുത്ത പോയിന്റ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 2005 ഒക്ടോബർ 12 അടുത്ത പോയിന്റ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവൻ ന്യൂഡൽഹിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം CIC ഭവൻ ന്യൂഡൽഹിയാണ്. മുൻപ് അഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ആസ്ഥാനം എവിടെയാണ്? അഗസ്റ്റ് ക്രാന്തി ഭവനാണ്. ഇപ്പോഴത്തെ ആസ്ഥാനം, പുതിയ ആസ്ഥാനമാണ് എവിടെ? CIC ഭവൻ ന്യൂഡൽഹിയിൽ. അടുത്ത പോയിന്റ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിരിക്കുന്നതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിരിക്കുന്നതാണ്. അടുത്ത പോയിന്റ് എന്താണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിട്ടുണ്ടാവും. അടുത്ത പോയിന്റ്, നിലവിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ ആകെ 3 അംഗങ്ങളാണുള്ളത്. ബാക്കിയൊക്കെ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. നിലവിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ ആകെ 3 അംഗങ്ങളാണുള്ളത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിലവിൽ എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ ആകെ 3 അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 12 അടുത്ത പോയിന്റ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 അടുത്ത പോയിന്റ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം CIC ഭവൻ ന്യൂഡൽഹിയാണ്. എവിടെയാണ് ആസ്ഥാനം? CIC ഭവൻ ന്യൂഡൽഹിയിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. അപ്പം മുൻപ് എവിടെയായിരുന്നു? അഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു മുൻപത്തെ ആസ്ഥാനം. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം CIC ഭവൻ ന്യൂഡൽഹിയാണ്. മുൻപ് അഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു. അടുത്ത പോയിന്റ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിട്ടുണ്ട്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നിലവിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ ആകെ എത്ര അംഗങ്ങളാണുള്ളത്? 3. എത്ര അംഗങ്ങൾ വരെ ആവാം? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാർ വരെ ആവാം. പക്ഷെ നിലവിൽ ഒരു കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ ആകെ 3 അംഗങ്ങളാണുള്ളത്. അടുത്ത പോയിന്റ് നോക്കാം. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? 1 പ്രധാനമന്ത്രി അധ്യക്ഷനായിരിക്കും. പ്രധാനമന്ത്രിയാണ് ഈ കമ്മിറ്റിയിലെ അധ്യക്ഷൻ. 2 ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്. 3 പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കും. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? 1 പ്രധാനമന്ത്രിയായിരിക്കും കമ്മിറ്റിയുടെ അധ്യക്ഷൻ. 2 ആരാണ്? ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. 3 പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കും. അടുത്ത പോയിന്റ്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന് മുമ്പാകെയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എവിടെയാണ്? പ്രസിഡന്റിന്റെ മുമ്പാകെയാണ്. ഒന്നുകൂടെ നോക്കാം. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? 1 പ്രധാനമന്ത്രിയായിരിക്കും കമ്മിറ്റിയുടെ അധ്യക്ഷൻ.
2 ആരാണ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്. 3 ആരാണ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കും. അങ്ങനെ 3 അംഗങ്ങളാണ് എന്തിലുണ്ടായിരിക്കുക ഇൻഫർമേഷൻ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും ഇവർ. അടുത്ത പോയിന്റ്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? പ്രസിഡന്റിന് മുമ്പാകെയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന് മുമ്പാകെയാണ്. അടുത്ത പോയിന്റ്, കാലാവധി. മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അടുത്ത പോയിന്റ്, ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ കാലാവധി 3 വർഷം 65 വയസ്സാണ്. അപ്പോൾ ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏതാണോ ആദ്യം പൂർത്തിയാകുന്നത് അതിനനുസരിച്ച് ആണ് കാലാവധി തീരുക. ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അടുത്ത പോയിന്റ്, 2019 ഭേദഗതി പ്രകാരമാണ് ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 3 വർഷമായി ക്രമപ്പെടുത്തിയത്. അപ്പം മുൻപ് ഇതിൻ്റെ കാലാവധി 5 വർഷമായിരുന്നു. അത് 2019 ഭേദഗതി പ്രകാരമാണ് എന്തായത്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സായത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കാലാവധി, മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കമ്മീഷന്റെയും കമ്മീഷണർമാരുടെയും കാലാവധി. 2019 ഭേദഗതി പ്രകാരമാണ് ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും എത്രയായി മാറിയത്? 3 വർഷമായിട്ട് ക്രമപ്പെടുത്തിയത്. അടുത്ത പോയിന്റ് എന്താണ്? ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡന്റിനാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റിന് മുൻപാകെയാണ്. നീക്കം ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. അപ്പം നിയമിക്കുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, നീക്കം ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? പ്രസിഡന്റിന് മുന്നിലാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. രാജിക്കത്ത് നൽകുന്നതും പ്രസിഡന്റിനാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റിനാണ്. നീക്കം ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റാണ്. കേന്ദ്രത്തിലെ കാര്യമാണ് കേട്ടോ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കുന്നത്, രാജിക്കത്ത് സത്യപ്രതിജ്ഞ നീക്കം ചെയ്യുന്നതൊക്കെ ആരാണ്? പ്രസിഡന്റാണ്. അടുത്ത പോയിന്റ്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് ആര്? വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് ആര്? വജാഹത്ത് ഹബീബുള്ള. നിലവിൽ കേന്ദ്ര മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമാരിയാണ്. നിലവിൽ കേന്ദ്ര മുഖ്യ ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമാരിയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് ആര്? വജാഹത്ത് ഹബീബുള്ള. നിലവിൽ ആരാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ? ഹീരാലാൽ സമാരിയാണ്. അടുത്ത പോയിന്റ്, 2019 വിവരാവകാശ നിയമം ഭേദഗതി പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും ശമ്പളങ്ങളും മറ്റ് സേവന വ്യവസ്ഥകളും കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. എത്രയാണ് ഇപ്പോഴത്തെ നൽകുന്ന സാലറി എന്ന് വെച്ചാൽ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് 2,50,000, ഇൻഫർമേഷൻ കമ്മീഷണർക്ക് 2,25,000 രൂപയാണ് നൽകുന്നത്. എന്താണ്? 2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരമാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും ശമ്പളങ്ങളും മറ്റും ആനുകൂല്യ വ്യവസ്ഥകളൊക്കെ കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുക. ഇപ്പോൾ നിലവിൽ നൽകുന്ന ശമ്പളം, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് നൽകുന്ന ശമ്പളം എത്രയാ? 2,50,000. ഇൻഫർമേഷൻ കമ്മീഷണർമാർക്ക് നൽകുന്ന ശമ്പളം 2,25,000 രൂപയുമാണ്.
അടുത്ത പോയിന്റ് എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ച് എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. തീർച്ചയായിട്ടും നോക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദിക്കുമ്പോൾ നമുക്കൊരു സംശയം വരും. പിന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് വേറൊരു കമ്മീഷനും കൂടി പഠിച്ചു കഴിഞ്ഞ് തിരിച്ച് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും സംശയമാവും. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാം. അടുത്ത ഒന്നുകൂടെ വായിക്കാം. അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിനാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുന്നിലാണ്. നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റാണ്. അടുത്ത പോയിന്റ്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനായ ആദ്യ വ്യക്തിയാണ് ആര്? വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. അടുത്ത പോയിന്റ്, നിലവിൽ കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമാരിയാണ്. ഹീരാലാൽ സമാരിയാണ് നിലവിൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. കേന്ദ്രത്തിൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമാരിയാണ്. അടുത്ത പോയിന്റ്, 2019 വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും ശമ്പളങ്ങളും മറ്റ് സേവന വ്യവസ്ഥകളും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുക. അപ്പം നിലവിൽ കൊടുക്കുന്ന ശമ്പളം എത്രയാ? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്കാണെങ്കിൽ 2,50,000. ഇൻഫർമേഷൻ കമ്മീഷണർമാർക്കാണെങ്കിൽ എത്രയാ? 2,25,000 രൂപയുമാണ്. അടുത്ത പോയിന്റ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അടുത്ത പോയിന്റ്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരാണ് കേട്ടോ. വജാഹത്ത് ഹബീബുള്ള ഏറ്റവും കൂടുതൽ കാലം മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വ്യക്തിയാണ് ആര്? വജാഹത്ത് ഹബീബുള്ള. ഏറ്റവും ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. അദ്ദേഹം എന്താണ്? ഏറ്റവും കൂടുതൽ കാലം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയ വ്യക്തി കൂടിയാണ് ആര്? വജാഹത്ത് ഹബീബുള്ള. അടുത്ത ആളാണ് AN തിവാരി. രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഏറ്റവും കുറച്ചു കാലം മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വ്യക്തിയാണ് AN തിവാരി. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലമാരാണ് വജാഹത്ത് ഹബീബുള്ളയും ഏറ്റവും കുറച്ച് കാലമാരാണ് AN തിവാരിയുമാണ്. അടുത്ത പോയിന്റ്, ദീപക് സന്ധു ആരാണ്? ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. അപ്പം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായ ആദ്യ വനിതയാണ് ആര്? ദീപക് സന്ധു. സുഷമ സിംഗ് ആരാണ്? രണ്ടാമത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായ രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ്. ആദ്യത്തെ വനിതയാണ് ദീപക് സന്ധു. ഏറ്റവും കുറച്ചു കാലമായ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയ വ്യക്തിയാണ് AN തിവാരി. ഏറ്റവും കൂടുതൽ കാലം മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വ്യക്തിയാണ് ആര്? വജാഹത്ത് ഹബീബുള്ള. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. വജാഹത്ത് ഹബീബുള്ള ഏറ്റവും കൂടുതൽ കാലം മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വ്യക്തിയാണ്. AN തിവാരി ഏറ്റവും കുറച്ചു കാലമാണ്. ദീപക് സന്ധു ആരാണ്? ആദ്യ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. സുഷമ സിംഗ് ആരാണ്? രണ്ടാമത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. അടുത്ത പോയിന്റ്, വിവരാവകാശ ഭേദഗതി നിയമം 2019. അപ്പോൾ വിവരാവകാശ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ജിതേന്ദ്ര സിംഗ് ആണ്. എന്നാണ് അവതരിപ്പിച്ചത്? 2019 ജൂലൈ 19 ജിതേന്ദ്ര സിംഗ് ആണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. എന്നാണ്? 2019 ജൂലൈ 19. ആരാണ്? ജിതേന്ദ്ര സിംഗ്. എവിടെയാണ്? ലോക്സഭയിലാണ് വിവരാവകാശ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. പിന്നെ വിവരാവകാശ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22. ജൂലൈ 19 അവതരിപ്പിച്ചു. ജൂലൈ 22 ലോക്സഭ പാസ്സാക്കിയത്. പിന്നെ രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 25 പാസ്സാക്കി. ലോക്സഭ ജൂലൈ 22 പാസ്സാക്കി. രാജ്യസഭ ജൂലൈ 25 പാസ്സാക്കി. അടുത്ത പോയിന്റ്, വിവരാവകാശ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1 ആര്? രാഷ്ട്രപതി ഒപ്പുവെച്ചത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. വിവരാവകാശ ഭേദഗതി നിയമം 2019. ആരാണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്? ജിതേന്ദ്ര സിംഗ് ആണ്. എന്നാ അവതരിപ്പിച്ചത്? 2019 ജൂലൈ 19 ജിതേന്ദ്ര സിംഗ് വിവരാവകാശ ഭേദഗതി ബില്ല് എവിടെ അവതരിപ്പിച്ചു? ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അടുത്ത പോയിന്റ്, വിവരാവകാശ ഭേദഗതി ബില്ല് എന്നാ ലോക്സഭ പാസ്സാക്കിയത്? 2019 ജൂലൈ 22 ലോക്സഭ പാസ്സാക്കിയത്. അടുത്തത് ആരാണ്? രാജ്യസഭ എന്നാ പാസ്സാക്കിയത്? 2019 ജൂലൈ 25 പാസ്സാക്കി. എന്നാൽ രാഷ്ട്രപതി ഒപ്പിട്ടത് 2019 ഓഗസ്റ്റ് 1 ആയപ്പോഴേക്ക് രാഷ്ട്രപതി ഒപ്പിട്ടു. അടുത്തത്
എന്താണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റി നോക്കാം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാ 2005 ഡിസംബർ 19 2005 ഡിസംബർ 19 എന്നാണ്. അപ്പോൾ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 2005 ഡിസംബർ 19 കേരളത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്ത പോയിന്റ്, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ എത്ര ആൾക്കാരാണ്? ഒന്ന് മെയിൻ ആയിട്ടുള്ള കമ്മീഷണർ, പിന്നെ കമ്മീഷണർമാർ എത്ര? 10 കൂടാൻ പാടില്ല. അടുത്ത പോയിന്റ്, സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നത് ആരാ? ഗവർണറാണ്. അത് കേന്ദ്രത്തിലാവുമ്പോൾ ആരാ? രാഷ്ട്രപതി. സംസ്ഥാനത്തിലാവുമ്പോൾ ആരാ? ഗവർണർ. അടുത്ത പോയിന്റ്, സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളെ നോക്കാം. 1 മുഖ്യമന്ത്രി ആയിരിക്കും കമ്മിറ്റിയുടെ അധ്യക്ഷൻ. 2 ആരാണ്? നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. 3 ആരാണ്? മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കും. ഇത് കേന്ദ്രത്തിലാവുമ്പോൾ ഒക്കെ ആരാണ്? പ്രധാനമന്ത്രി ആയിരിക്കും. സംസ്ഥാനത്തേക്ക് വരുമ്പോൾ എല്ലാം മുഖ്യമന്ത്രി ആയിരിക്കും അധ്യക്ഷൻ, മുഖ്യമന്ത്രി ആയിരിക്കും നാമനിർദ്ദേശം ചെയ്യുക, അങ്ങനെയൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റി. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന നിലവിൽ വന്നത് 2005 ഡിസംബർ 19 കേരളത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്ത പോയിന്റ്, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. അടുത്ത പോയിന്റ്, സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. കേന്ദ്രത്തിലാവുമ്പോൾ ആരാണ്? രാഷ്ട്രപതിയാണ്. സംസ്ഥാനത്തിൽ വരുമ്പോൾ ഗവർണറാണ്. അടുത്ത പോയിന്റ്, സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അധ്യക്ഷൻ ആരായിരിക്കും? മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ. 2 നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. 3 ആരാണ്? മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കും. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമം ഭേദഗതി 2019 പ്രകാരം നിലവിൽ കേന്ദ്ര സർക്കാരാണ് കാലാവധി തീരുമാനിക്കുന്നത്. നിലവിലെ കാലാവധി എത്ര? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും കാലാവധി ഇപ്പോൾ എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 2019 ഭേദഗതി പ്രകാരമാണ് കേന്ദ്ര സർക്കാരാണ് കാലാവധി തീരുമാനിക്കുക. ഇപ്പോഴത്തെ കാലാവധിയാണ് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അടുത്ത പോയിന്റ്, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്നതൊക്കെ, രാജിക്കത്ത് സമർപ്പിക്കുന്നതൊക്കെ ആരാണ്? ഗവർണറാണ്. നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് ഗവർണറാണ്, സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് ഗവർണറുടെ മുന്നിലാണ്, രാജിക്കത്ത് നൽകുന്നതും ഗവർണർക്കാണ്. അടുത്ത പോയിന്റ്, നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ് നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ. നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ്. അടുത്തത്, കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് ആര്? പാലോട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. നിലവിൽ ആരാണ്? വി ഹരിനായരാണ്. ഒന്നുകൂടെ നോക്കാം. വിവരാവകാശ നിയമം ഭേദഗതി 2019 പ്രകാരം നിലവിൽ ആരാണ്? കേന്ദ്ര സർക്കാരാണ് നമ്മുടെ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത്. നിലവിൽ കാലാവധി എത്രയാ? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏതാണോ ആദ്യമാവുന്നത് അതിനനുസരിച്ച് കാലാവധി തീരും. അടുത്ത പോയിന്റ്, നിയമിക്കുന്നത് ആരാ? ഗവർണറാണ് നിയമിക്കുന്നത്. നീക്കം ചെയ്യുന്നത് ആരാ? ഗവർണറാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറാണ്. രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ്. അടുത്ത പോയിന്റ്, നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. താങ്ക് യു.